ഇപ്പൊ KPCCയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയുമോന്നാണ്. ഏത് ഗർഭസ്ഥ അവസ്ഥയിലും കൊല്ലും, അണികളെയും കൊല്ലും, അണികളുടെ മക്കളെയും കൊല്ലും, അതുപോലെ തന്നെ അവരുടെ മരുമക്കളെയും കൊല്ലും. അതിനു വേണ്ടിയിട്ട് എല്ലാ സാഹചര്യവും ഒരുക്കും, വ്യാജമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും, തെളിവുണ്ടാക്കും, കരാറുകൾ എഴുതും, കരാറുകൾ ലംഘിക്കും. അപ്പൊ കോൺഗ്രസിന്റെ കപ്പാസിറ്റി കൃത്യമായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കേൾക്കാം. ജോസ് നല്ലേടത്തിന്റെ മരണത്തിന് കാരണമാകുന്ന തരത്തിലുണ്ടായ കേസും ഇടപാടുകളും ആസൂത്രിതമായിരുന്നു. അതിൽ പോലീസിനടക്കം കൃത്യമായ കൈയുണ്ട്. പോലീസ് ഒരു അന്വേഷണവും കൂടാതെ ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതുപോലെ കണ്ട ചില സ്ഫോടക വസ്തുക്കളുടെ പേരിൽ ഈ തങ്കച്ചനെതിരെ കേസെടുത്തു. അതിന്റെ പേരിലാണ് തങ്കച്ചൻ മുൻ രാഷ്ട്രീയ വൈരാഗ്യം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും പേരുകളൊക്കെ പറയുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ജീവനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. കേരള പോലീസിന്റെ അവധാനതക്കുറവ് ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. അതെ, വളരെ വിചിത്രമായിട്ടുള്ള വാദമാണ് ഇത്. കേരളത്തിലെ ജനങ്ങളോടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് എന്ന ബോധ്യം അവർക്ക് വേണം. കഴിഞ്ഞ ഒരു മാസമായി വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരികയല്ലേ. ഇപ്പൊ KPCCയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയുമോന്നാണ്. അപ്പൊ കോൺഗ്രസിന്റെ കപ്പാസിറ്റി കൃത്യമായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഏത് ഗർഭസ്ഥ അവസ്ഥയിലും കൊല്ലും, അണികളെയും കൊല്ലും, അണികളുടെ മക്കളെയും കൊല്ലും, അതുപോലെ തന്നെ അവരുടെ മരുമക്കളെയും കൊല്ലും. അതിനു വേണ്ടിയിട്ട് എല്ലാ സാഹചര്യവും ഒരുക്കും, വ്യാജമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും, തെളിവുണ്ടാക്കും, കരാറുകൾ എഴുതും, കരാറുകൾ ലംഘിക്കും, അതിനുശേഷം വെല്ലുവിളിക്കും. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ താങ്കൾ ഇവിടെ 3 വീഡിയോ കാണിച്ചു. ആ 3 വീഡിയോയിൽ കോൺഗ്രസിന്റെ കപ്പാസിറ്റി താങ്കൾക്ക് അറിയുമെന്ന് മുൻ KPCC പ്രസിഡന്റ്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞേ? പാർട്ടിക്ക് അവരുടെ ആവശ്യമൊക്കെ നിർവഹിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന്. ഇത് ഒരു എഗ്രിമെന്റ് എഴുതിയിട്ടാണ് സെറ്റിലാക്കിയതെന്നും ഞങ്ങൾക്ക് കോൺഗ്രസിൽ കൃത്യമായിട്ടുള്ള വിശ്വാസമുണ്ടെന്നും ഈ NM വിജയന്റെ മരുമകൾ അടക്കം അന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് ഒരു കരാർ എഴുതി, കരാറിന്റെ ഭാഗമായി മുഴുവൻ കടബാധ്യതയും കോൺഗ്രസ് ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുന്ന സാഹചര്യമാണ്. അപ്പൊ എത്ര പേരാണ്? 5 പേരാണ് ഈ വയനാട് ജില്ലയിൽ തന്നെ ആത്മഹത്യ ചെയ്തത്. ഒന്ന് MN വിജയൻ സ്വന്തം മകനെയും കൂടി കൊന്നു. ജീവിതം മുഴുവൻ തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച, സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യം തന്നെയുള്ള, ഒരു അഴിമതിയുടെ കറ പുരളാത്ത, ഒരു എതിർ രാഷ്ട്രീയക്കാർക്ക് പോലും ഒരു എതിരഭിപ്രായമില്ലാതെ തന്റെ ജീവിതം മുഴുവൻ പ്രസ്ഥാനത്തിന് മാറ്റിവെച്ച MN വിജയൻ തന്നെ ആത്മഹത്യ ചെയ്യുകയല്ല, തന്റെ മകൻ, മാനസിക വൈകല്യമുള്ള മകൻ, ആ മകനെ കൂടി ജോലി കൊടുത്ത് വഞ്ചിച്ച് ഉണ്ടായ സാഹചര്യത്തിൽ മകന് വിഷം കൊടുത്ത് കൊന്നിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്യുമ്പോൾ എഴുതി വച്ച ആ ആത്മഹത്യാ കുറിപ്പുണ്ടല്ലോ, ഹൃദയം തകർന്നുകൊണ്ട് എഴുതുന്ന ആത്മഹത്യാക്കുറിപ്പ്, ഇതെല്ലാം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ വായിച്ചല്ലേ. ഇതിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കോൺഗ്രസിന്റെ MLA IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് അടക്കമുള്ളവരല്ലേ. കോടതി ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരടക്കം പറഞ്ഞ പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇതിലെവിടെയാണ് ഇടതുപക്ഷം? ഇതിലെവിടെയാണ് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? ആരുമില്ലല്ലോ. വാദിയും പ്രതിയും എല്ലാം കോൺഗ്രസ്സുകാരല്ലേ. ആ കോൺഗ്രസ്സുകാർ ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായി ജീവിതം പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച കുടുംബ അംഗവും അദ്ദേഹം സ്വന്തം മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്ത കാഴ്ച നാം കാണുകയാണ്. ഇപ്പോഴത്തെ വിഷയം എന്നോട് ചോദിച്ചു, ആരാ ഈ തങ്കച്ചൻ, ആരാ ജോസ്? തങ്കച്ചൻ കോൺഗ്രസിന്റെ തന്നെ യൂണിറ്റ് പ്രസിഡന്റ് അല്ലേ, യൂണിറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലേ, വാർഡ് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയില്ലേ, എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. ആരൊക്കെയാണ് കുടുക്കിയത്? DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ നിർദ്ദേശപ്രകാരം DCC ജനറൽ സെക്രട്ടറി PD സജി, അതേപോലെ മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് മാമ്പള്ളി, മുള്ളൻകൊല്ലി മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് കടുപ്പിൽ, അതുപോലെ ജോസ് നെല്ലേടം, ഇവരെല്ലാം ചേർന്ന് എന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും കർണാടകത്തിൽ നിന്നുള്ള വ്യാജ മദ്യവും കൊണ്ടുവച്ചതാണ്. എന്റെ കാർ കിടക്കുന്നതിന്റെ സമീപത്ത് മറ്റു വസ്തുക്കളൊക്കെ ഇരിക്കുന്നതിന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് പിടിപ്പിച്ചതാണ്, അതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് മറ്റാരെങ്കിലുമാണോ? കോൺഗ്രസിന്റെ യൂണിറ്റിന്റെ കൃത്യമായിട്ടുള്ള മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള തങ്കച്ചൻ തന്നെയല്ലേ പറഞ്ഞത്? 17 ദിവസമല്ലേ അദ്ദേഹം ജയിലിൽ കിടന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോൾ റെക്കോർഡ്സ്, അതുപോലെ കർണാടകത്തിൽ നിന്ന് മദ്യം വാങ്ങിച്ചതിന്റെ ബില്ല്, അത് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള തെളിവുകൾ, ചോദ്യം ചെയ്തതിൽ നിന്ന് വന്ന മൊഴി, ചില ആളുകൾ മനഃപൂർവ്വം മുങ്ങി, ഇതിൽ പറഞ്ഞ അനീഷ് മാമ്പിള്ളി അടക്കം മുങ്ങി. ഈ സാഹചര്യം വന്നപ്പോൾ തന്നിലേക്ക് അന്വേഷണം വരും, താൻ പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ ശ്രീ ജോസ് നെല്ലേടം ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചിട്ടല്ലേ ആത്മഹത്യ ചെയ്തേ? ഒന്ന് വിഷം കഴിച്ചു, ഞരമ്പ് മുറിച്ചു, അതിനുശേഷം പോയി വെള്ളത്തിൽ ചാടി, അതിനുശേഷം ബന്ധുക്കൾ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, രക്ഷിക്കാൻ കഴിയുന്നില്ല. ആ കുടുംബാംഗങ്ങൾ പറഞ്ഞ വാചകം മാധുവിനറിയോ? എന്റെ അച്ഛന്റെ ശവശരീരം വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ അതൊരിക്കലും കോൺഗ്രസ് പൊതുദർശനത്തിന് വയ്ക്കാൻ പാടില്ല. എന്റെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ഒറ്റ കോൺഗ്രസ് നേതാക്കന്മാരും വന്ന് കാണരുത്.
ഒരു അന്ത്യോപചാരം അർപ്പിക്കാനും എന്റെ വീട്ടിലേക്ക് വരരുതെന്ന് ഈ മരണപ്പെട്ട ആളുടെ മകൻ ബന്ധുക്കൾ വഴി കോൺഗ്രസ് നേതാക്കന്മാരെ അറിയിച്ച വാർത്ത പുറത്തു വരികയാണ്. ഇത്ര ദാരുണമായിട്ടുള്ള സംഭവം, എത്രയും വേദന ഉണ്ടാക്കുന്ന സംഭവം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ടോ? ഇവരുടെ കയ്യിൽ കുറെ സൈബർ വിങ് ഉണ്ട്, 10-20 കള്ള ഐഡി ഉണ്ട്. ഏത് സത്യസന്ധമായ വാർത്തകൾ പുറത്തു വന്നാലും തെളിവുകൾ പുറത്തു വന്നാലും അവരെയെല്ലാം ആക്രമിച്ച് ഇല്ലാതാക്കും. നാം കണ്ടില്ലേ, രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ച ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നടന്ന ആ പെൺകുട്ടിയെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ സോഷ്യൽ മീഡിയ നടത്തിയ ആക്രമണത്തിനെതിരെ ഇന്ന് ആ പെൺകുട്ടി പോലീസിനും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുത്തിരിക്കുകയാണ്, ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആരും കോൺഗ്രസിനെതിരെ പറയാൻ പാടില്ല, ആരും തെളിവ് കൊണ്ടുവരാൻ പാടില്ല, ആരും ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഒന്നെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കും, അല്ലെങ്കിൽ വേണ്ട വിധം കൈകാര്യം ചെയ്യും എന്ന രൂപത്തിലേക്ക് പോവുക. ഇപ്പൊ ഇവിടെ ഇടയ്ക്കൊന്ന് ബി.ജെ.പിയുടെ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ നേതാവും പറയുന്നു ഇതൊക്കെ പോലീസിന്റെ ഗൂഢാലോചന, കോൺഗ്രസ് CPM-ന്റെ ഗൂഢാലോചന, ആ സംഭവം ഈ സംഭവം. എന്തിനാണ് ഈ NM വിജയൻ കോടിക്കണക്കിന് രൂപ സ്വന്തം പ്രോപ്പർട്ടി വെച്ച് കടം വാങ്ങിയത്? ഇത് ആ ജില്ലയിൽ തന്നെ നിരവധി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ കള്ള നിയമനം കൊടുക്കാൻ, വ്യാജ നിയമനം കൊടുക്കാൻ, കാര്യം എന്ന് പറയുന്നത് കരാർ എഴുതി വെച്ച് കൈക്കൂലി വാങ്ങി എന്നുള്ളത് തന്നെയാണ്. ലോകത്ത് ആദ്യത്തെ സംഭവമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോയിൽ നിന്നുള്ള കമലൊക്കെ പറഞ്ഞത്. എങ്ങനെയാണ് സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാകുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ഒരു ചരിത്രമില്ല എന്നുള്ളതാണ്. കരാർ എഴുതി വെച്ച് കൈക്കൂലി വാങ്ങാൻ കഴിയുന്ന സംവിധാനം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുന്നത് എന്നുള്ളത്.